വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാൻ അനുവദിക്കുമെന്നതായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രകടനാ പത്രിക വാഗ്ദാനങ്ങളിലൊന്ന്. അപകടകരമല്ലാത്ത രീതിയിൽ മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ VD സതീശൻ തിരഞ്ഞെടുപ്പിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസവും മോഡിഫിക്കേഷനെ കുറിച്ചുള്ള ചോദ്യം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി ഒരു കള്ളച്ചിരിയോടെ അതേ മറുപടി തന്നെ പറഞ്ഞു. പറഞ്ഞ വാക്ക് തീർച്ചയായും പാലിക്കും, ജനങ്ങളുടെ അഭിലാഷം നിറവേറ്റും, അതിനാണല്ലോ ഞങ്ങൾ വന്നത്. സോഷ്യൽ മീഡിയയിൽ നിലവിൽ ചർച്ചകൾ സജീവമാണ്. ജനഹിതം അറിയുന്ന മുഖ്യമന്ത്രിയെ ലഭിച്ചതിന്റെ സന്തോഷം ഒരു ഭാഗത്ത്, എന്നാൽ കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ നിയമം ഒരു സംസ്ഥാനത്തിന് മാറ്റാൻ കഴിയില്ലെന്നും അത് മനസ്സിലാക്കണമെന്നും വിമർശിക്കുന്നവർ മറ്റൊരു ഭാഗത്ത്. ഈ അവസരത്തിൽ ഇതിന്റെ നിയമസാധുതയും സാധ്യതകളും പരിശോധിക്കുകയാണ് ഫാക്ട് ആൻഡ് ഫോക്കസ്. വണ്ടിപ്രാന്തന്മാർക്ക് സന്തോഷിക്കാൻ വകയുണ്ടോ, അതോ വിമർശകർ പറയുന്നത് തന്നെയാണോ ശരി എന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. പ്രാഥമികമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അഥവാ കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും അതിൽ ഒരുപോലെ നിയമം നിർമ്മിക്കാം. നിലവിൽ മോട്ടോർ വെഹിക്കിൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിയമവും സംസ്ഥാന സർക്കാരിൻ്റെ നിയമവും നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര നിയമങ്ങളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് സ്വതന്ത്രമായി നിയമം നിർമ്മിക്കാം. ഉദാഹരണത്തിന് മോട്ടോർ വെഹിക്കിൾ കുറ്റകൃത്യങ്ങൾക്ക് എത്ര ഫൈൻ ചുമത്തണം, എത്ര ടാക്സ് പിരിക്കണം എന്നൊക്കെ സംസ്ഥാന സർക്കാരിന് സ്വതന്ത്രമായി തീരുമാനിക്കാം. എന്നാൽ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്ന രീതിയിലുള്ള നിയമം സംസ്ഥാന സർക്കാരിന് നിർമ്മിക്കാൻ സാധിക്കില്ല. കാരണം കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നിയമങ്ങൾ എതിരാവുകയാണെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 254 ക്ലോസ് 1 പ്രകാരം കേന്ദ്ര നിയമം അതിജയിക്കും. അപ്പോഴും ഒരു ലൂപ്പ് ഹോൾ നിലനിൽക്കുന്നുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 254 ക്ലോസ് 2 പ്രകാരം സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ കേന്ദ്ര നിയമത്തോട് എതിരാകുന്ന നിയമം നിർമ്മിക്കാം. അതിന് പക്ഷേ ചില ഘട്ടങ്ങളുണ്ട്. നിയമസഭയിൽ ഭേദഗതി ബില്ല് പാസ്സാക്കിയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റിന്റെ സമ്മതം വാങ്ങുകയാണെങ്കിൽ മാത്രം സംസ്ഥാന സർക്കാരിന് കേന്ദ്ര നിയമങ്ങളോട് വിയോജിക്കാം. ജല്ലിക്കെട്ട് വിഷയത്തിൽ തമിഴ്നാടും കമ്പള വിഷയത്തിൽ കർണാടകയുമെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അഥവാ കേന്ദ്ര നിയമത്തിനോട് എതിരായ സംസ്ഥാന നിയമം പാസ്സാക്കിയെടുത്തിട്ടുണ്ട്. ഇനി കൃത്യമായി വിഷയത്തിലേക്ക് വരാം. 1988 കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ സെക്ഷൻ 52 പ്രകാരം വാഹനത്തിൻ്റെ കമ്പനി എങ്ങനെയാണോ വാഹനം നിരത്തിലെത്തിച്ചത് ആ രൂപത്തിനെ മോഡിഫൈ ചെയ്യാൻ നിയമപരമായി ആർക്കും അനുവാദമില്ല. അങ്ങനെ മോഡിഫൈ ചെയ്യുന്ന രീതികൾക്ക് എത്ര രൂപ പിഴ ചുമത്തണമെന്ന് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം. ഏത് തരത്തിലുള്ള മോഡിഫിക്കേഷൻ ആയാലും നിയമം അത് തന്നെ. പലപ്പോഴും വാഹനപ്രേമികൾ ചോദിക്കാറുള്ളത്, ചില മോഡിഫിക്കേഷൻ വാഹനം ഓടിക്കുന്നയാൾക്ക് യാതൊരു വിധത്തിലും അപകടകരമാവുന്നില്ലല്ലോ, അതെല്ലാം അനുവദിച്ചുകൂടെ എന്നാണ്. എന്നാൽ പ്രധാന കാര്യം എന്തെന്നാൽ വാഹനം ഓടിക്കുന്ന ആളുടെ സുരക്ഷയെ മാത്രമല്ല, വഴിയാത്രക്കാരൻ്റെയും മറ്റ് യാത്രികരുടെയും സുരക്ഷയെ കൂടി മുൻനിർത്തിയാണ് നിയമം മോഡിഫിക്കേഷൻ വേണ്ടെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ടയറുകൾ അപ്സൈസ് ചെയ്യുന്നത് വാഹനം ഓടിക്കുന്ന ആൾക്കല്ല, മറ്റുള്ളവർക്ക് അപകടം വരുത്തിയേക്കും എന്നതുകൊണ്ടാണ് നിരോധിച്ചിരിക്കുന്നത്. ബുൾബാറിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. എന്നാൽ ചിലതാവട്ടെ വാഹനം ഓടിക്കുന്ന ആളുടെ സുരക്ഷയെ മാത്രം മുൻനിർത്തിയുള്ള തീരുമാനമാണ്. ഉദാഹരണത്തിന് ബുൾബാറുകൾ ഘടിപ്പിക്കുന്നത് വാഹനമിടിച്ചാൽ എയർ ബാഗ് റിലീസാകാൻ വൈകിപ്പിക്കുന്നതിന് കാരണമായേക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നിരോധിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പല നിരോധനങ്ങൾക്കും പുറകിൽ പല കാരണങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വാഹനം ഓടിക്കുന്ന ആളുടെ മാത്രമല്ല, വഴി നടക്കുന്നവരുടെയും മറ്റുള്ള യാത്രികരുടെയും പ്രകൃതിയുടെയും സുരക്ഷയെയും സംരക്ഷണത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് കേന്ദ്ര മോട്ടോർ നിയമത്തിലെ സെക്ഷൻ 52 നിലനിൽക്കുന്നത്. ഇനി VD സതീശൻ പറഞ്ഞതിലേക്ക് വരാം. അദ്ദേഹം വെറും വാക്ക് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പഴുതടച്ച ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ്റെതാണ്. അപകടകരമായ മോഡിഫിക്കേഷൻ അനുവദിക്കില്ല എന്ന് ഇലക്ഷന് മുമ്പ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപകടം എന്ന് പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരിലേക്കും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വാഹനം ഓടിക്കുന്ന ആൾക്ക് മാത്രമല്ല, വഴി നടക്കുന്നവർക്കും മറ്റു വാഹനയാത്രികർക്കും പ്രകൃതിക്കും അപകടകരമാകുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ അനുവദിക്കില്ല എന്ന് തന്നെയാവാം അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര നിയമത്തിനെതിരാകുന്ന സാഹചര്യവും ഉണ്ടാവില്ല. പുതിയ ഭേദഗതി ബില്ല് പാസ്സാക്കേണ്ട ആവശ്യമോ പ്രസിഡന്റിന്റെ സമ്മതം വാങ്ങേണ്ട ആവശ്യമോ ഉദിക്കുന്നത് പോലുമില്ല. സാധ്യമായ പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിലവിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവും. നിയമക്കുരുക്കുകളിൽ പെടാത്ത ചെറിയ ആശ്വാസങ്ങൾ വാഹനപ്രേമികൾക്ക് പ്രതീക്ഷിക്കാം. അതിനപ്പുറം മോഡിഫിക്കേഷൻ അനുവദിക്കുന്ന അടിമുടി മാറ്റമൊന്നും വാഹനപ്രേമികൾ പ്രതീക്ഷിക്കാതിരിക്കുന്നതാവും ഉചിതം.